നമ്മളിന്ന് എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ്. കേരളത്തിലെ ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ബേക്ക് എക്സ്പോ 2023 പറഞ്ഞ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാനും സന്ദർശിക്കാനൊക്കെ എത്തിയില്ല കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഫുഡിൻ്റെ ടോക്കണും അകത്തേക്ക് കയറാനുള്ള വിസിറ്റർ പാസ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ട്, ടേസ്റ്റി ബേക്കറി ഉടമ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് കിടക്കുന്നത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല രീതിയിൽ ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കമ്പനികളുടെ വെറൈറ്റി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല പൾപ്പാണ്. അങ്ങനെ ഓരോ കമ്പനിയുടെ പൾപ്പ്, ഐസ്ക്രീം, കേക്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെ കിട്ടും കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ മുതലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താൻ നോക്കുക. ഷുഗറുള്ളവരൊന്നും കയറരുത്. എല്ലാത്തരൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തിന്നാൻ കിട്ടും ഒരുപാട്. അതിനെ ടേസ്റ്റായിട്ട് നമുക്ക് സാമ്പിളായിട്ട് ഇങ്ങനെ കിട്ടും. ഓരോ വെറൈറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ടല്ലോ, ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് സാമ്പിൾസിന് വേണ്ടിയിട്ട് അവിടെ അടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഓരോ ഫുഡിൻ്റെ ചേർക്കാനുള്ള കളറ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സാമ്പിൾസ് കാണിക്കുന്നത്. ഇത് ഈ ഇരിക്കുന്നതൊക്കെ നമുക്ക് സാമ്പിൾ വേണമെങ്കിൽ നോക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെയൊക്കെ ഡെമോ ആണ് അവിടെ ഇരിക്കുന്നത്, കണ്ടില്ല ആ കളറ് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയില്ല നമ്മുടെ സിപ്പപ്പ് ഉണ്ടല്ലോ, സിപ്പപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ കമ്പനിയുടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പ് പേരും ഓരോക്കെ പോകുന്ന സമയത്ത് ഇവരെ പ്രോഡക്റ്റ് അവരെ ഷോപ്പിൽ വെക്കാനും അല്ലെങ്കിൽ ഇവരെ പ്രോഡക്റ്റ് അവരുടെ ഷോപ്പിലേക്ക് മാനുഫാക്ചറിങ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാനും ഇതിനൊക്കെയുള്ള സാമ്പിൾസാണ് ഇവർ കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ സുഹൃത്ത് അഫ്സൽ. അപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കിട്ടിയിട്ടുള്ളത് സാപ്പിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓരോന്നോരോന്ന് എല്ലാം കിടുക്കാഴ്ച ഐറ്റം തന്നെ കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ ബേക്കറി സെക്ഷൻ ഉണ്ട്. അതിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്രൗഡും ഉണ്ട് കേട്ടോ. കണ്ടില്ല ബേക്കറി ഐറ്റംസിൻ്റെ, കേക്ക് ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഒക്കെ സാമ്പിൾ പീസുകളൊക്കെ പുറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഗ്ലാസ്സിൽ ഡിസ്പ്ലേ വെച്ചുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്. ഇത് ഉള്ളിൽ ബദാം കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് പുറത്ത് സാധനം കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട നമ്മളെ ബേക്കറി മാനുഫാക്ചറിങ്ങിലേക്ക് വേണ്ട മെഷീനറീസ്, അതുപോലെ തന്നെ അതിന് വേണ്ട പാത്രങ്ങൾ, മറ്റ് സാധന സാമഗ്രികൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളോട് അടങ്ങിയിട്ടുള്ള വലിയൊരു എക്സിബിഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ജിലേബി ഉണ്ടാക്കേണ്ട ഒരു മെഷീനാണിത്. മാവ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ജിലേബിയൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയിട്ട് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യം. അതിനകത്ത് തന്നെ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ചട്ടി വെച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. ഒരൊറ്റ മെഷീനറി ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ കുറേ മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ പോണ വഴിയിൽ നിന്നൊക്കെ ഓരോന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അത് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളവിടെ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ രാഗി ഉണ്ടല്ലോ, രാഗി കൊണ്ടുള്ള മിഠായി, അതുപോലെ തന്നെ ഇതിൽ കടല, അങ്ങനെ കുറേ വെറൈറ്റി മിഠായികളുണ്ട്. പിന്നെ അടുത്തത് കേക്ക്. നമ്മളിങ്ങനെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തിന്നേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ തിന്നുന്ന വയറ് നമ്മൾ തലോസിക്ക് കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന സാമ്പിൾസൊക്കെ ഒരു സാമ്പിൾ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാക്കി എടുക്കേണ്ട സിറ്റുവേഷനിലേക്കൊക്കെ എത്തി. നമ്മൾ എടുക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതാ ഇവിടെ അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ ഐസ്ക്രീം. ഇതിലിടക്ക് വീഡിയോ മിസ്സായി പോയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ കഴിച്ചു പോകുക എന്നുള്ള സംഭവം തന്നെ ഐസ്ക്രീമാണിത്. ഈ ഐസ്ക്രീം ഒരു മുതലേന്ന് എന്താ പറയുക, ഇതിൻ്റെ ഫ്ലേവർ നമ്മളെ ചക്ക ഉണ്ടല്ലോ, ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം തന്നെ സൂപ്പർ ചെയ്യുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ തന്നെയാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കി. ഇത് ഏകദേശം കിവി ഉണ്ടല്ലോ, കിവി കമ്പനിയുടെ ബ്രാൻഡിൻ്റെ ജാക്ക് ഫ്രൂട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇതിൽ ഡ്രീം ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി സാമ്പിളായി തന്നെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഡ്രീം കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡ്രീം ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അതും അടിപൊളി തന്നെയായിരുന്നു. കഴിച്ചു നോക്കി. ഇത് നമ്മുടെ കിവിയുടെ സെക്ഷൻ. അങ്ങനെ ഓരോ ബ്രാൻഡിനും ഓരോ സെക്ഷൻ കൗണ്ടറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ അവരിങ്ങനെ ഷെയർ ചെയ്ത് തരും. അവരുടെ കമ്പനി എന്താണ്, കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണ്, പിന്നെ നമുക്ക് വേണ്ട സാമ്പിൾസ് ഏതൊക്കെ വേണ്ടത് വെച്ചാൽ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ചിലർ റെഡിമെയ്ഡ് പാക്ക് ആക്കി വെച്ചിട്ടുണ്ടോ, നമുക്ക് പാക്കാണെന്നുണ്ടെങ്കിൽ പാക്ക് എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യത്തിൽ അങ്ങനെ റെഡിമെയ്ഡ് പാക്കും തരുന്നുണ്ട്. പല പ്രോഡക്റ്റുകളുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഐസ്ക്രീമിൻ്റെ വേറൊരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ ഈ ബ്രാൻഡിൽ, അപ്പോൾ അതും നമുക്കൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ കേട്ടോ. ഈ ഒരു ഐറ്റം അവർ പ്രത്യേകം പറഞ്ഞു അതൊന്ന് കഴിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. സംഭവം പൊള്ളിയായിരുന്നു, അടിപൊളി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മളൊന്ന് ആരെങ്കിലും ഒരാൾ കഴിച്ചു നോക്കും. സംഭവം രസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടീമിൽ 3-4 ആൾക്കാർ കൂടി പോയിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, എല്ലാവരും എന്ത് ചെയ്യും, ഓരോരുത്തർ സാമ്പിൾ ചെയ്യും. എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം എടുത്തിട്ട് 4 ആളും കൂടി അങ്ങനെയും കഴിച്ചു നോക്കും. ഈ സംഭവം കണ്ടില്ലേ, ഇതൊക്കെ ഇതേപോലെ ഓരോ വെറൈറ്റികളാണ്. പിന്നെ നമ്മളെ സുഹൃത്ത് ഇവിടുന്ന് ഐസ്ക്രീമിൻ്റെ വേറൊരു ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ആളും കൂടി ഷെയർ ചെയ്യാണ്. സംഭവം കൊള്ളാൻ തന്നെ പറഞ്ഞ്. അപ്പോൾ മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ പരിപാടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ.
പിന്നെ ഇതിനകത്ത് ഇനിയും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ സാമ്പിളാട്ടോ, നമുക്ക് വേണമെന്നുണ്ട് ഇതൊക്കെ ഐറ്റം സാമ്പിൾ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പറഞ്ഞില്ല, തുടക്കത്തിൽ വന്ന മുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഇനി ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പം പറ്റിയില്ലാരോ. അപ്പോൾ വേണ്ടില്ല, ആ ഒരു പീസ് എടുത്തിട്ട് അതിനകത്ത് തന്നെ നമ്മൾ 3-4 പീസാക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 3-4 ആൾക്കാരും കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് വന്നിട്ടുള്ള പരിപാടിക്ക്. സംഭവം അടിപൊളിയായിട്ടാണ്. എൻട്രി ഫീസ് 300 രൂപയാണ് ഇതിനകത്ത് കയറാണ്ടായിരുന്നത്. ആ 300 രൂപ ശരിക്കും നമുക്ക് മുതലാവുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ 300 രൂപയിൽ ഇൻക്ലൂഡിങ് നമുക്ക് ഫുഡും കൂടി ഉണ്ട്. ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതും ബേക്കറിയുടെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ കേക്കും ഐസ്ക്രീമും മാത്രമൊന്നുമില്ല കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേക്കറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കുറേ എണ്ണം നമ്മളിങ്ങനെ കഴിച്ച് നടന്നുകൊണ്ടിരിക്കുക. അതിലിടയ്ക്ക് നമ്മളെ കയ്യിൽ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഫുഡിൻ്റെ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കഴിക്കാനുണ്ട്. അപ്പോൾ അത് കഴിക്കാനും വേണ്ടി നമ്മൾ പോവുകയാണ്. ഏകദേശമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മുടെ റെഡ് ലേബൽ കമ്പനിയുടെ ചായ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നാൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതൊക്കെ ഇവിടെ സാമ്പിളാണ്. ചായ കുടിക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെ സാമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചായയും കൂടി കുടിച്ചിട്ട് പിന്നെ അടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവിടെ മയോണീസ്, അങ്ങനെയുള്ള കെച്ചപ്പ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഡെമോ ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് സാമ്പിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനൊക്കെ ഓരോരുത്തർ സ്റ്റാഫുകൾ കാര്യങ്ങളുണ്ട്, ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ആ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ട് നോക്കാം. ഇത് ചിപ്പോട്ട്ലെ സോസ് മിക്സ്, ഇത് ചീസ് ഹാലപ്പിനോ, ഇത് ചിപ്പോട്ട്ലെ. പിന്നെ രണ്ടും നമ്മുടെ മയണൈസ് സെയിം മിക്സ് തന്നെ 2 വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഗാർലിക് ഇടണമെങ്കിൽ ഗാർലിക് ഇടാം, വിനിഗർ ഒഴിക്കണമെങ്കിൽ ഇടാം, മസ്റ്റർഡ് ഇടണമെങ്കിൽ ഇടാം. കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോയും ബെൽ പെപ്പറും ചേർത്തിട്ടുണ്ട്. ചീസ് ഹാലപ്പിനോ ചീസും ചില്ലിയും ചേർത്തിട്ടുള്ളതാണ്. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താൻ കമ്പനി സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകളും ഡീറ്റെയിലുകളൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക്, അതായത് നമ്മുടെ ഷോപ്പിലേക്കൊക്കെ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതുമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മാനുഫാക്ചറിന് ആവശ്യമുള്ള മെഷീനറീസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ മയോണൈസൊക്കെ കുറച്ചൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അൽക്കുലത്തായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ച് നോക്കി. സംഭവം അടിപൊളി വെറൈറ്റി തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് കുറച്ച് പേര് മിച്ചറായിട്ട് നിൽക്കുന്നുണ്ട്. മിച്ചറൊന്ന് കഴിച്ച് നോക്കി എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ വയറ് ഏകദേശം ഫുള്ളാണ്. അപ്പോൾ മിച്ചർ കഴിച്ച് പിന്നെ മുന്നോട്ട് പോയപ്പോൾ അടുത്തത് നമ്മുടെ നാടൻ വട്ടയപ്പമാണ്. ഈ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഓരോ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. അങ്ങനെ ഫുഡ് കൗണ്ടറിലേക്ക് വന്നിട്ട് പോയി നോക്കിയതാണ്. ഇതൊക്കെ ഇൻക്ലൂഡിങ് നമ്മളെ പാസിൻ്റെ കൂടെ തന്നെയുള്ള ആ ചാർജ് തന്നെ കിട്ടിയതായിരുന്നു. അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ നല്ല ക്രൗഡ്, അത്യാവശ്യം നല്ല രീതിയിൽ ആളുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വരി നിന്നിട്ട് ഫുഡൊക്കെ വാങ്ങി നമുക്കിത് സീറ്റൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്ത് നാടൻ ചോറ്, നല്ല സാമ്പാറും മീൻകറിയും രസമൊക്കെ കൂട്ടിയുള്ള നാടൻ ചോറ് എടുത്തത്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊരു ബിരിയാണി കാര്യങ്ങളെടുത്ത് നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ മധുരവും കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കുക. അപ്പം ഇനി ഇതിൻ്റെ കൂടെ ബിരിയാണി കൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് നാടൻ ചോറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കായ പൊരിച്ചതുണ്ടല്ലോ, നമ്മുടെ വായക്കുറുക്ക് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, ആ ഒരു ഐറ്റം ഉണ്ട് ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു സംഭവം കണ്ടിട്ടാണ്. ഇത് നമ്മുടെ പെല്ലറ്റ് ഉണ്ടല്ലോ, പെല്ലറ്റ് പോലത്തെ സംഭവമാണ്. അത് നമ്മൾ മരത്തിന്, അതായത് വിറകിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ഈ മെഷീനിലിട്ടിട്ട് അങ്ങനെയാണ് ഈ കായ ബജി ഉണ്ടാക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ഡെമോ കൂടിയാണ്. നമുക്ക് കായ പൊരിച്ചത് നമ്മളെ വായക്കുറുക്കൊക്കെ നമുക്ക് കഴിച്ച് നോക്കുകയും ചെയ്യാം. അവിടുന്ന് വേണമെങ്കിൽ വില കൊടുത്ത് നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. ഈ ഒരു വെറൈറ്റി നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ കാണുന്ന ഒരു പെല്ലറ്റ് പോലത്തെ കേട്ടോ, ബയോമാസ് വുഡ് പെല്ലറ്റ് ബർണർ എന്ന് പറഞ്ഞുള്ള സംഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ ഇവൻറ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകണേ. ശരിക്കും ഇതുപോലുള്ള ഇവൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് വെറൈറ്റിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും, ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോപ്പിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസും മറ്റൊക്കെ വാങ്ങാനും കൂടിയുള്ള അവസരമായിരിക്കും. സംഭവം അടിപൊളി പരിപാടി തന്നെയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.